പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ വോയിസ് കേൾക്കുന്ന എല്ലാവരും ജാതി മത വ്യത്യാസമന്യേ എല്ലാവരും ആരോഗ്യപരമായും സാമ്പത്തികപരമായും ജീവിത വിജയം കൈവരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, ദിവാസ് സീക്രട്ട് എന്ന ഒരു ഇൻ്റർനാഷണൽ ഫുഡ് സപ്ലിമെൻറ്റിനെ കുറിച്ചാണ് വീണ്ടും നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അനേകം വ്യക്തികൾ വീഡിയോ കണ്ടിട്ട് ഈ ദിവാസ് സീക്രട്ട് വാങ്ങുകയും കഴിക്കുകയും അങ്ങനെ കഴിച്ചതിന് ശേഷം അവരവരുടെ റിസൾട്ടുകൾ പറയുകയും ചെയ്തു. അവരുടെ റിസൾട്ടുകളും പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കും വലിയ സന്തോഷമാണ്. അനേകം വ്യക്തികൾ ഇത് വാങ്ങി കഴിക്കുകയും അവർക്ക് അതിലൂടെ ലഭിച്ച അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ നല്ല സന്തോഷം അവർക്കുണ്ടാകുമ്പോൾ നമുക്കും അതിൻ്റെ വലിയ സന്തോഷം ഉണ്ടാകുന്നുണ്ട്. ഈ ദിവാസ് സീക്രട്ട് ഒരു മരുന്നല്ല, മറിച്ച് ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആണ്. ഫുഡ് സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട പോഷകാഹാരങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള പോഷകങ്ങൾ നൽകുന്ന ഒരു ഫുഡ് സപ്ലിമെൻ്റാണ് ഈ ദിവാസ് സീക്രട്ട് എന്ന ഫുഡ് സപ്ലിമെൻ്റ്. ഇന്ന് പല ദിവസങ്ങളായിട്ട് ചില ക്യാൻസർ രോഗികളൊക്കെ വിളിച്ചിട്ടുണ്ട്. ക്യാൻസർ രോഗികൾ ഇതിന് കമ്പനി പറയുന്നത് ക്യാൻസർ രോഗികളൊക്കെ 3 മാസം കഴിക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാണ് ഇതിൽ പല സൂം മീറ്റിങ്ങുകളിലൂടെ പോലും വന്ന് പലരും അഭിപ്രായപ്പെടുന്നത്. അത് സൂം മീറ്റിങ്ങിലൂടെ എനിക്ക് അറിയാത്ത വ്യക്തികളുടെ അല്ല, മറിച്ച് എന്നിൽ നിന്ന് ദിവാസ് സീക്രട്ട് വാങ്ങി കഴിച്ച ചില ക്യാൻസർ രോഗികളുമൊക്കെ വിളിച്ച് ചില സന്തോഷ വാർത്തകൾ അറിയിക്കാറുണ്ട്. അതിൻ്റെ കാരണം ഇതൊരു മന്ത്രമോ തന്ത്രമോ ഒന്നുമല്ല, മറിച്ച് നമുക്കറിയാം ക്യാൻസർ രോഗികൾക്ക് റേഡിയേഷൻ അടിക്കും. ഈ റേഡിയേഷൻ ചെയ്യുമ്പോൾ അത് ശരീരം അമിതമായി ചൂടാകുന്നതിൻ്റെ ഒരു ഫലമായിട്ടാണ് തലയിലെ മുടികളൊക്കെ കൊഴിഞ്ഞു പോകുന്നത്. അത് ശരീരം അമിതമായി ചൂടാകുമ്പോൾ സംഭവിക്കുന്നത് ഡോക്ടേഴ്സ് പോലും പറയാത്ത ഒരു കാര്യമുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പവർ നശിക്കുകയാണ് ചെയ്യുന്നത്. അതായത് രോഗപ്രതിരോധ ശക്തി നശിക്കുകയാണ് ഈ റേഡിയേഷനിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് ആ രോഗി എപ്പോൾ വേണമെങ്കിലും മരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് റേഡിയേഷന് മുമ്പ് രോഗിയിൽ നിന്നും രോഗിയുടെ ഒരു ബന്ധുവിൽ നിന്ന് പോലും അവരൊരു സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങുന്നത് നമ്മുടെ സ്വന്തം ആഗ്രഹപ്രകാരവും ഇഷ്ടപ്രകാരവുമാണ് ഈ റേഡിയേഷന് വിധേയമാകുന്നത് എന്ന്. അതായത് ഇനി അവർക്കൊരു മരണം സംഭവിച്ചാൽ പോലും ഡോക്ടേഴ്സ് കൈയൊഴിയും. കാരണം നമ്മളിൽ നിന്ന് ആദ്യം അവരൊരു സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങുകയാണ്. ഒരു ഡോക്ടേഴ്സും ഈ റേഡിയേഷൻ ചെയ്യുന്ന ഒരു ഡോക്ടേഴ്സും രോഗിയോട് പറയാറില്ല നിൻ്റെ ശരീരത്തിലെ സകല ഇമ്മ്യൂണിറ്റി പവർ, രോഗപ്രതിരോധ ശക്തി ഇതിലൂടെ നശിക്കുകയാണ് എന്ന് ഒരു ഡോക്ടേഴ്സും പറയാറില്ല. പക്ഷേ നമ്മൾ സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് എല്ലാം വിശദമായി എഴുതിയിട്ടുണ്ട്. നമ്മൾ ഒന്നും നോക്കുകയില്ല, കാരണം അത് ഇംഗ്ലീഷിലായിരിക്കും ആ സർട്ടിഫിക്കറ്റ് പോലും. ഇമ്മ്യൂണിറ്റി പവർ നശിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് പിന്നീട് ശരീരത്തിലെ ബലഹീനതയും കോശങ്ങൾ നശിക്കുകയും പിന്നീട് പെട്ടെന്ന് അവർക്ക് പല വ്യക്തികളും മരണം സംഭവിക്കുന്നതിൻ്റെ കാരണം അവരുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പവർ, രോഗപ്രതിരോധ ശക്തി നശിക്കുന്നതിലൂടെയാണ്. ഈ ദിവാസ് സീക്രട്ട് കഴിക്കുന്നതിലൂടെ സംഭവിക്കുന്നത് ഇതൊരു മരുന്നല്ല, മറിച്ച് ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യുന്നതിനുള്ള സ്റ്റെം സെല്ലുകളാണ് ഇതിൽ കൂടുതലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പവറുകൾ ബൂസ്റ്റ് ചെയ്യുന്നതിലൂടെ ഈ ക്യാൻസർ രോഗികളുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെട്ടത് അവർക്ക് റിക്കവർ ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ കോശങ്ങളെ ബലപ്പെടുത്തി, കോശങ്ങൾ ബലഹീനമാകുന്നത് നമ്മുടെ ശരീരത്തിൽ കടന്നു വരുന്ന വിഷാംശങ്ങളിലൂടെയാണ്. വിഷം ആരും കഴിക്കുന്നില്ല, പക്ഷേ ടോക്സിൻസ്, വിഷാംശം ആണ് നമ്മുടെ രോഗത്തിന് കാരണമായി മാറുന്നത്. അത് വായുവിലൂടെ, വെള്ളത്തിലൂടെ, ഭക്ഷണത്തിലൂടെ, മെൻ്റൽ ഇമോഷനിലൂടെ. നമ്മൾ ടിൻ ഫുഡുകൾ കഴിക്കുന്നു, കൃത്രിമ നിറങ്ങൾ ചേർത്ത കുപ്പിയിൽ വരുന്ന വെള്ളങ്ങൾ, ഡ്രിങ്ക്സുകൾ, പാക്ക്ഡ് ഫുഡ്, കെമിക്കൽസ്, അതുപോലെ പ്രിസർവേറ്റീവ്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഭക്ഷണത്തിലൂടെ, ഈ ഡ്രിങ്ക്സിലൂടെയൊക്കെ കടന്നു വരുന്ന വിഷാംശം, ടോക്സിനുകൾ നമ്മുടെ കോശങ്ങളെ ബലഹീനമാക്കുകയും കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ കോശങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ
നമുക്ക് പോഷകാഹാരങ്ങൾ ആവശ്യമുള്ളത്. നമുക്ക് ഭക്ഷണം ആവശ്യമുണ്ട്, അതുപോലെ നമ്മുടെ കോശങ്ങൾക്ക് ഈ പോഷകാഹാരങ്ങളാണ് ആവശ്യമുള്ളത്. ഈ പോഷകാഹാരങ്ങൾ ലഭിക്കാതെ വരുമ്പോഴാണ് കോശങ്ങൾ ബലഹീനമാവുകയും ആ ബലഹീനമാക്കപ്പെട്ട കോശങ്ങളിലേക്ക് രോഗപീഠകൾ കടന്നു വരുന്നത്. അങ്ങനെ ആന്തരികവും ബാഹ്യവുമായ പല മുറിവുകൾ വന്നു കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്ത കാരണത്താൽ ഉണങ്ങുന്നില്ല. ഇപ്രകാരം ക്യാൻസർ രോഗികൾ മാത്രമല്ല, മറ്റ് പല രോഗികൾ, അതുപോലെ മദ്യപിച്ചു അമിതമായ മദ്യത്തിനൊക്കെ അടിമയായും ചെറുതോ വലുതോ മദ്യപാനം, അതുപോലെ മറ്റ് പല മദ്യത്തിൻ്റെ ഉപയോഗത്തിലായിരിക്കുന്ന വ്യക്തികളുടെ കരൾ രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ചികിത്സകൾ നടക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ കരൾ രോഗത്തിനൊക്കെ ഏറ്റവും അത്യുത്തമമായ ഒരു ഫുഡ് സപ്ലിമെൻ്റാണ് ദിവാസ് സീക്രട്ട് എന്ന ഫുഡ് സപ്ലിമെൻറ്റ്. അനേകം രോഗകാരണങ്ങൾ, അതുപോലെ ഡയബറ്റിക്സ് എല്ലാവർക്കും അറിയാം. പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ലഭിക്കാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഡയബറ്റിക്സ് ഉണ്ടാകുന്നു. എന്നാൽ ഡയബറ്റിക്സിന് കാരണം പാൻക്രിയാസ് ഗ്രന്ഥി മാത്രമല്ല. പാൻക്രിയാസ് ഗ്രന്ഥിയെ ബലഹീനമാക്കി അതിൻ്റെ പ്രവർത്തനം നിലപ്പിക്കുന്നത് നമ്മുടെ കിഡ്നി തകരാറ്, അതുപോലെ ലിവറിൻ്റെ പ്രോബ്ലം, ശ്വാസകോശ സംബന്ധമായ രോഗപീഠകൾ, ഇവ കടന്നു വരുമ്പോഴാണ് നമ്മുടെ കിഡ്നി പ്രവർത്തനരഹിതമാവുകയും അങ്ങനെ നമ്മൾക്ക് ഡയബറ്റിക്സ് എന്ന രോഗം വരികയും ചെയ്യുന്നത്. ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ നമ്മുടെ സെല്ലിനെ ബലപ്പെടുത്താത്ത പോഷകാഹാരങ്ങൾ ലഭിക്കാത്തതിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ ഈ രോഗപീഠകൾ കടന്നു വരുന്നത്. ഈ സയൻസ് പഠിച്ചവർക്കും ഒക്കെ എല്ലാവർക്കും അറിയാം, അനേകം കോശങ്ങൾ കൂടിയതാണ് ഒരു ടിഷ്യൂ എന്ന് പറയുന്നത്. അനേകം ടിഷ്യൂ ആണ് ഒരു ഓർഗൻ എന്ന് പറയുന്നത്. അനേകം ഓർഗൻസ്, അവയവങ്ങളാണ് ഒരു ബോഡിയിലുള്ളത്. അപ്പോൾ ഈ ബോഡിയിൽ ഏത് ഓർഗനിൽ, അവയവത്തിൽ നമുക്ക് രോഗപീഠകളുണ്ടോ, അത് കണ്ണ്, ചെവി, കരൾ, ശ്വാസകോശം, കിഡ്നി, ഹൃദയം, തലച്ചോറ്, നരമ്പുകൾ, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഈ ഓർഗൻസ് ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഇണക്കിയിരിക്കുന്നത് ടിഷ്യൂ കൊണ്ടാണ്. ഈ ഒരു ടിഷ്യൂവിൽ അനേകം കോശങ്ങളുണ്ട്. ഈ കോശങ്ങളിലേക്കാണ് നമുക്ക് പോഷണം നൽകേണ്ടത്, അതായത് നോറിഷ്മെൻറ്റ് നൽകേണ്ടത്, പോഷകാഹാരം ലഭിക്കേണ്ടത് സെല്ലുകൾക്കാണ്. ഈ അനേകം സെല്ലുകൾ കൂടിയതാണ് ഒരു ടിഷ്യൂ, അനേകം ടിഷ്യൂ കൂടിയതാണ് ഒരു ഓർഗന്, അനേകം ഓർഗൻ കൂടിയതാണ് ഒരു ശരീരം. അപ്പോൾ ഈ ശരീരത്തിലെ രോഗങ്ങൾ കടന്നു വരുന്നത് നമുക്ക് കോശങ്ങളിൽ ലഭിക്കേണ്ട പോഷകാഹാരം ലഭിക്കാതെ വരികയും കോശങ്ങൾ ബലഹീനമാകുമ്പോൾ ആ കോശങ്ങൾ ഏത് ടിഷ്യൂവിലാണോ, ആ ടിഷ്യൂ ഏത് ഓർഗനിലാണോ ആ അവയവത്തിലേക്ക് രോഗപീഠകൾ കടന്നു വരുന്നു. ആന്തരികമോ ബാഹ്യവുമായിട്ടുള്ള മുറിവുകളും മറ്റ് ബലഹീനതകളിലൂടെ കടന്നു വരുന്നതാണ്. ചിലപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, അങ്ങനെ കാഴ്ച കുറയുന്നു, കേൾവി കുറയുന്നു, നരമ്പുകൾക്ക് ബലഹീനത, മസിൽ രോഗങ്ങൾ, നടുവേദന, മുട്ട് തേയ്മാനം, അസ്ഥികൾക്ക് തേയ്മാനം, ജോയിൻസിന് വേദന, ഇവയൊക്കെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ ബലഹീനതയിലൂടെയാണ് വരുന്നത്. അതിന് ലഭിക്കേണ്ട നോറിഷ്മെൻറ്റ്, പോഷകാഹാരം ലഭിക്കുന്നില്ല. ഒരു മനുഷ്യന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം, അതുപോലെ നമ്മുടെ കോശങ്ങൾക്ക് പോഷകാഹാരം ആവശ്യമാണ്. അപ്പോൾ ഈ പോഷകാഹാരം ലഭിക്കേണ്ട ഭക്ഷണങ്ങൾ ഇന്ന് ധാരാളമുണ്ട്, പക്ഷേ അതിലൂടെ പോലും ലഭിക്കേണ്ട പോഷകാഹാരങ്ങൾ നമുക്ക് ലഭിക്കാതെ പോകുന്നു. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ആപ്പിളിനകത്ത് ക്യാൻസറിനെ പ്രതിരോധിക്കേണ്ട അനേകം ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ഉള്ളതാണ് ആപ്പിൾ. അതിൽ ഏറ്റവും കൂടുതൽ ക്യാൻസറിനെ പ്രതിരോധിക്കുകയാണ് ഗ്രീൻ ആപ്പിൾ. നമ്മളിന്ന് കമ്പോളത്തിൽ കിട്ടുന്ന വില കൂടിയ ആപ്പിളുകൾ നമ്മളിങ്ങനെ ഒരു ചരടയിൽ കെട്ടിത്തൂക്കി അതിനകത്തൊരു ലേബലും കൂടെ ഒട്ടിച്ച് നല്ല കാണാൻ ഭംഗിയുള്ള ആപ്പിളുകൾ ഇങ്ങനെ തൂക്കിയിട്ടേക്ക് നമ്മൾ പോയി നല്ല വില കൊടുത്ത് ആപ്പിൾ മേടിക്കും. ഇനി നിങ്ങൾ ഈ ആപ്പിൾ മേടിക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കണം, സോളെ ജമ്മു കാശ്മീരിൽ 6 വർഷത്തോളം ഞാനുണ്ടായിരുന്നു. ഈ ആപ്പിള് പാക്ക് ചെയ്യുമ്പോൾ ഒരാപ്പിൾ മറ്റൊരാപ്പിളിലൂടെ തട്ടാതെയാണ് പാക്ക് ചെയ്യുന്നത്. സ്പോഞ്ചൊക്കെ വെച്ച്, സ്പോഞ്ചും പേപ്പറും ഒക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് പാക്ക് ചെയ്യുമ്പോൾ ഒരാപ്പിൾ മറ്റൊരാപ്പിളിനോട് തട്ടുകയില്ല. ഈ ഒരാപ്പിൾ മറ്റൊരാപ്പിളിനോട് തട്ടിയിരുന്നാൽ പോലും ആ തട്ടുന്ന ഭാഗം കേടാകും. അതാണ് ആപ്പിളിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ. ഞാൻ 5-6 വർഷത്തോളം ജമ്മു കാശ്മീരിലുണ്ടായിരുന്നു. അവിടെ ഓരോ മരത്തിൽ നിന്ന് എടുക്കുന്ന ആപ്പിൾ ഒരു ട്രക്കിൽ കയറില്ല. അതുപോലെ ആപ്പിൾ നല്ല ഡിലീഷ്യസ് ആപ്പിൾ, അതൊക്കെ വിദേശത്തേക്ക് അവിടെ നിന്നേ പായ്ക്കായി പോവും. അപ്പോൾ ഇപ്രകാരം ആപ്പിളിൻ്റെ എല്ലാ നിയമവശങ്ങളും അറിയാവുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടുന്ന ആപ്പിളോ ഒരു കൊട്ടയിൽ ഇങ്ങനെ വാരിക്കൂട്ടിയിട്ടേക്കും. അതുകൊണ്ട് ഒരാപ്പിൾ വേറൊരു ആപ്പിളിനോട് തട്ടിയിരുന്നാൽ അത് കേടായി പോകും. അതാണ് ആപ്പിളിൻ്റെ സ്വഭാവം. പക്ഷേ ഇന്ന് അത് കേടാവുകയില്ല. അതിനൊരു ഉദാഹരണം, എൻ്റെ വോയിസ്
കേൾക്കുന്ന നിങ്ങൾ ഇനി ആപ്പിൾ മേടിക്കാൻ കടയിൽ ചെല്ലുമ്പോൾ അതിൽ ഏറ്റവും വില കൂടിയ ആപ്പിൾ അവിടെ ഇങ്ങനെ കെട്ടിത്തൂക്കി ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് അവിടെ ഇട്ടേക്കും. സ്റ്റിക്കർ ഒട്ടിച്ച് അത് എത്ര ദിവസം ഇരുന്നാലും കേടാവുകയില്ല. എന്താ കാരണം എന്നറിയുമോ? ഒരാപ്പിള് യഥാർത്ഥത്തിൽ മാക്സിമം 10 ദിവസം കൊണ്ട് അത് കേടായിപ്പോവും. പുഴുവെന്ന് കയറില്ല, കേടായിപ്പോവും. അതാണ് ആപ്പിളിൻ്റെ സ്വഭാവം. അതിൻ്റെ ആയുസ് അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഇന്ന് കടകളിൽ കിട്ടുന്ന ആപ്പിളുകൾ 10 അല്ല 100 ദിവസം കെട്ടിത്തൂക്കിയിട്ടാലും അത് കേടാവുകയില്ല. അതിന് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ഞാൻ പറഞ്ഞു തരാം എന്താണ് സംഭവിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്പിൾ കടയിൽ ചെല്ലുക. ആപ്പിൾ കടയിൽ നല്ല ഭംഗിയുള്ള ആപ്പിൾ, വില കൂടിയ ആപ്പിൾ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടേക്കും. ഇങ്ങനെ മാല ഇടുന്നത് പോലെ കെട്ടിത്തൂക്കിയിട്ടേക്കും, നല്ല സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച്. നിങ്ങൾ അവിടെ ചെന്നിട്ട് ആപ്പിളിൻ്റെ വിലയൊക്കെ ചോദിച്ചിട്ട് ആ കെട്ടിത്തൂക്കിയിട്ടേക്കുന്ന സ്റ്റിക്കർ ഒട്ടിച്ച ആപ്പിളിൻ്റെ ആ സ്റ്റിക്കർ പതുക്കെ ഒന്ന് ഇളക്കി നോക്കുക. ആ ഒട്ടിച്ച് വെച്ചേക്കുന്ന സ്റ്റിക്കർ ഒന്ന് ഇളക്കി നോക്കുക. ആ ഇളക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു സൂചി കുത്തിയേക്കുന്ന അടയാളം കാണാൻ പറ്റും. സൂചി കുത്തിയതിൻ്റെ അടയാളം. അത് ഒരിക്കലും കേടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കെമിക്കലാണ് അതിൽ കുത്തിവെക്കുന്നത്. ഈ കെമിക്കൽ കുത്തിവെച്ചിട്ട് ആ സൂചി കുത്തിയതിൻ്റെ സ്ഥലത്താണ് ഈ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കടയിലും, ഞാൻ ഒരു കടയുടെയും ഒരു സ്ഥലത്തിൻ്റെയും പേര് പറയുന്നില്ല, നിങ്ങൾ ഏത് കടയിലെങ്കിലും ചെന്ന് ഈ സ്റ്റിക്കർ ഒട്ടിച്ച് തൂക്കിയിട്ടേക്കുന്ന കാണാൻ ഭംഗിയുള്ള ആപ്പിളിൻ്റെ ആ ഒരു സ്റ്റിക്കർ ഒന്ന് ഇളക്കി നോക്കുക. അവിടെ സൂചി കുത്തിയ ഒരു അടയാളം കാണും. ഇത് മാരക വിഷമാണ് കുത്തിവെച്ചേക്കുന്നത്. ദിവസങ്ങളിൽ, ആഴ്ചകൾ, മാസങ്ങൾ ഇരുന്നാലും ഈ ആപ്പിൾ കേടാവുകയില്ല. അതിനകത്ത് ഈ വിഷം കുത്തിവെച്ചേക്കുന്ന സൂചി, സിറിഞ്ച് കുത്തിയതിൻ്റെ അടയാളത്തിൻ്റെ മുകളിലാണ് ഈ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ട് ആപ്പിൾ ഒരു ദിവസം ഒന്ന് കഴിച്ചാൽ ഡോക്ടറിനെ ഓടിക്കാമെന്ന്. പക്ഷേ ഇന്ന് ആപ്പിൾ കഴിച്ചാൽ നമുക്ക് ഡോക്ടറിനെ ഓടിക്കാൻ പറ്റില്ല. നമ്മൾ ഓടി ഡോക്ടറിൻ്റെ അടുക്കലേക്ക് പോകും. അതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ ഈ ഗ്രീൻ ആപ്പിളിലൊക്കെ ഉള്ള മാസ്റ്റർ സെല്ലുകളൊക്കെ ഈ കെമിക്കലിലൂടെ നശിച്ചു പോകും. അപ്പോൾ നമ്മൾ നല്ലതെന്ന് വിചാരിച്ച് വാങ്ങിക്കഴിക്കുന്ന ഈ ഫ്രൂട്ട്സുകളും ക്യാൻസറിനെ പോലും പ്രതിരോധിക്കേണ്ട ആൻറ്റി ഓക്സിഡൻറ്റുകളും മാസ്റ്റർ സെല്ലുകളുമൊക്കെ അടങ്ങിയ ആപ്പിളുകൾ ഇതിനകത്ത് വിഷം കുത്തിവെച്ച്, കെമിക്കലുകൾ കുത്തിവെച്ച് വിഷാംശമുള്ള ഈ ആപ്പിളുകൾ വാങ്ങി കഴിക്കുമ്പോൾ സഹോദരങ്ങളെ, നമുക്ക് നെഗറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ദിവാ സീക്രട്ടിൽ സഹോദരങ്ങളെ, ഗ്രീൻ ആപ്പിൾ, ക്യാൻസറിനെ പോലും പ്രതിരോധിക്കുന്ന ഗ്രീൻ ആപ്പിളിൽ നിന്ന് മാസ്റ്റർ സെല്ലുകൾ വേർതിരിച്ചെടുത്ത് അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ഒരു അംശം മാത്രമേ കിട്ടുള്ളൂ. ഒരു mg ഇവിടെ 100-1 അതിനകത്ത് ഒരു ആപ്പിളിൽ നിന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ കിലോ കണക്കിന് ആപ്പിളുകൾ വാങ്ങി, നല്ല ഒറിജിനൽ ആപ്പിളുകൾ വാങ്ങി, അതിൻ്റെ ചൂടാകാതെ അതിൻ്റെ മാസ്റ്റർ സെല്ലുകൾ, മൂലകോശങ്ങൾ വേർതിരിച്ചെടുത്താണ് ഈ ദിവാ സീക്രട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സെല്ലുകളെ ബലപ്പെടുത്തുകയും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ക്യാൻസർ രോഗികളൊക്കെ ഇന്ന് റേഡിയേഷൻ ചെയ്ത് ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പവർ നശിപ്പിച്ച് ശരീരം അമിതമായി ചൂടായി തലയിലെ മുടിയൊക്കെ കൊഴിഞ്ഞ് അങ്ങനെ ഇരുന്ന് ശരീരം ബലഹീനമാകുമ്പോൾ ചില വ്യക്തികൾ പിന്നീട് നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അവരുടെ നഷ്ടപ്പെട്ട ഇമ്മ്യൂണിറ്റി പവർ വീണ്ടെടുക്കുമ്പോൾ ഒരു 95% ജനങ്ങൾക്കും ഈ നഷ്ടപ്പെട്ട ഇമ്മ്യൂണിറ്റി പവർ വീണ്ടെടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് പലവിധ അസ്വസ്ഥതകളും പിന്നീട് പെട്ടെന്നുള്ള മരണവും നമ്മളെ തേടിയെത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്യാൻസർ രോഗികൾക്കൊക്കെ ഏറ്റവും അത്യുത്തമമായ ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിലെ നഷ്ടപ്പെട്ട ഇമ്മ്യൂണിറ്റി പവറിനെ വീണ്ടെടുത്ത് ആരോഗ്യത്തോടെ ജീവിക്കുവാനും കോശങ്ങളെ ബലപ്പെടുത്തി കോശങ്ങളെ ശുദ്ധീകരിച്ച് മാന്യമായി സമൂഹത്തിൽ നമ്മുടെ ആയുസ് ആരോഗ്യത്തോടെ ജീവിച്ച് തീർക്കുവാനുള്ള അനേകം ഡോക്ടർമാരുടെ അനേക വർഷത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് രൂപപ്പെടുത്തിയ ഒന്നാണ്, ഒരു ഫുഡ് സപ്ലിമെൻ്റാണ് ദിവാ സീക്രട്ട് എന്നത്. ഇത് ചില വ്യക്തികൾ പറയും ഇതിന് വില കൂടുതലാണ്. നമ്മുടെ സ്വർണ്ണത്തിന് ചെന്നും കൊണ്ട് നമ്മൾ വില കൂടുതലാണെന്ന് പറയത്തില്ല. നമ്മുടെ ശരീരത്തിൽ ഇന്ന് ഒരുപക്ഷെ നമുക്ക് കാറുണ്ട്, വീടുണ്ട്, ബംഗ്ലാവുണ്ട്, നല്ല വില കൂടിയ ഡയമണ്ടൊക്കെ ഫിറ്റ് ചെയ്ത വാച്ചുകളുണ്ട്, ഏക്കറുകളുണ്ട്, കൃഷിയുണ്ട്, റബ്ബർ തോട്ടമുണ്ട്, ഏലത്തോട്ടമുണ്ട്, അങ്ങനെ ഒരുപാട് നാണ്യവിളകളൊക്കെ ലഭിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിൽ ആരോഗ്യമില്ല എങ്കിൽ എന്തു ചെയ്യും? നമ്മുടെ ശരീരത്തിന് ആരോഗ്യമില്ല. ഇന്ന് കേരളത്തിലെന്നല്ല, ഇന്ന് ഭൂമിയിൽ മനുഷ്യൻ ആരോഗ്യം നശിപ്പിച്ചുകൊണ്ട് അവൻ പലതും നേടുവാൻ വേണ്ടി ഓടുക. ഇന്നത്തെ യുവതലമുറയ്ക്ക് ഇന്ന് മലദ്വാരത്തിൽ ക്യാൻസർ. കാരണം വലിയ ഡിഗ്രിയും എടുത്തുകൊണ്ട് നേരം വെളുത്തിരുട്ടുന്നവരെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ കുത്തിയിരുന്ന് 8,000 രൂപ 10,000 രൂപയ്ക്ക് ശമ്പളം വാങ്ങിയിട്ട് ഒരു 10, 45, 50 വയസ്സാകും
ആകുമ്പോഴത്തേക്ക് മലദ്വാരത്തിൽ ക്യാൻസറും പിടിച്ച് ജീവിതത്തിൽ ഉണ്ടാക്കിയതും കുടുംബത്തിൽ അധ്വാനിച്ചു കൂട്ടിയതും അവകാശമായി കിട്ടിയതും ഭാര്യയ്ക്ക് സ്ത്രീധനമായി കിട്ടിയതും താൻ അധ്വാനിച്ചതും മുഴുക്കുന്നില്ല ഇന്ന് ആശുപത്രികളിൽ കൊണ്ട് കൊടുക്കാൻ. കാരണം നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ ഇല്ല. ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിൽ കിട്ടേണ്ട പോഷകങ്ങൾ ഭക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കാതെ പോകുന്നു. വിഷം കുത്തിവെച്ച പായ്ക്കഡ് ഫുഡുകളാണെന്ന് നമുക്ക് കിട്ടുന്നത്. പ്രിസർവേറ്റീവ് ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ, അതുപോലെ മറ്റ് ഭക്ഷണത്തിലൂടെ കടന്നു വരുന്ന ടോക്സിൻസ്, വിഷാംശങ്ങൾ നമ്മുടെ ഉള്ളിൽ കടന്ന് നമ്മുടെ സെല്ലുകളെ ബലഹീനമാക്കുകയും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറുകളെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇന്ന് ലോകത്തിൽ കാണുന്നത്. അപ്പോൾ സഹോദരരെ, നമ്മളെ ആർക്കും മറ്റാർക്കും നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റുകയില്ല. അത് നമ്മൾ തന്നെ സൂക്ഷിക്കണം. ജീവിതത്തിൽ ഒരു 50 വയസ്സ് വരെ നമ്മൾ കഠിനാധ്വാനം ചെയ്ത് കുറേ പണം സമ്പാദിച്ചിട്ട് 50 മുതൽ പിന്നെ മരണം വരെ ആശുപത്രിയിൽ കൊണ്ടുപോയി അധ്വാനിച്ചതും കടം മേടിച്ചും ലോൺ എടുത്തും വീട് പണയം വെച്ചുമൊക്കെ കൊണ്ട് ആശുപത്രിയിൽ കൊണ്ട് കൊടുക്കുന്ന ഒരുപാട് വ്യക്തികളെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് സ്വന്തം ജീവിതത്തെയും സാഹചര്യത്തെയും കുടുംബത്തെയും പഴിപറഞ്ഞുകൊണ്ടിരിക്കും. സഹോദരങ്ങളെ, ഇപ്രകാരം ഒരു നെഗറ്റീവ് ചിന്തകളിലേക്ക് കടന്നു വരുവാനുള്ള ഒരു മനുഷ്യ ജീവിതമല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. കർത്താവ് പറയുകയാണ്, രോഗികൾക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, ഇന്ന് ഏതെങ്കിലും ഒരു വൈദ്യൻ നമുക്ക് ആവശ്യമുള്ള കാര്യം അവർ ഒരുപാട് മരുന്നുകൾ തരുന്നുണ്ട്. അതൊന്നും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ നമ്മുടെ ശരീരത്തിലെ പോഷകങ്ങൾ നൽകുന്ന മരുന്നുകളൊന്നും നമുക്കിന്ന് കമ്പോളത്തിൽ കിട്ടാറില്ല. അപ്പോൾ സഹോദരങ്ങളെ, ഈ ദിവാസ് സീക്രട്ട് എന്ന് പറയുന്നത് അമേരിക്ക സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്, അതുപോലെ ഓസ്ട്രേലിയ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ അംഗീകരിച്ച സർട്ടിഫിക്കറ്റുകൾ. അതൊക്കെ ഇതിൻ്റെ ബേസ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അമേരിക്കയുടെയും ഓസ്ട്രേലിയയുടെയൊക്കെ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അതിൻ്റെ കോപ്പികൾ വേണമെങ്കിൽ വാട്സാപ്പിൽ ഇട്ട് തരാം. പക്ഷേ സഹോദരങ്ങളെ, ഇവർ ഓസ്ട്രേലിയ അമേരിക്കയൊക്കെ ഒരു ഫുഡ് സപ്ലിമെൻ്റ് അംഗീകരിക്കണമെങ്കിൽ ഇന്ന് ലോകത്തിലുള്ള ഏകദേശം 15-16 ഫുഡ് സപ്ലിമെൻറ്റിൽ അമേരിക്കയും ഓസ്ട്രേലിയയും ഒക്കെ അംഗീകരിച്ച ഒരേ ഒരു ഫുഡ് സപ്ലിമെൻ്റേ ഉള്ളൂ. അതാണ് ദിവാസ് സീക്രട്ട്. ഇതൊരു മലേഷ്യൻ പ്രോഡക്റ്റാണ്. അനേകം ശാസ്ത്രജ്ഞന്മാരുടെയും ഡോക്ടറിൻ്റെയും വർഷങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് അവർ ദിനരാത്രങ്ങൾ എടുത്തിട്ട് കണ്ടുപിടിച്ച ഒരു ഫുഡ് സപ്ലിമെൻ്റ് ചെറിയൊരു പാക്കിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതൊരു മലേഷ്യൻ പ്രൊഡക്റ്റാണ്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സിൽ മാത്രമേ വരികയുള്ളൂ. അത് ഒരു കമ്പോളത്തിലോ ഒരു മാർക്കറ്റിലോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിലൊന്നും കിട്ടുന്ന ഒന്നല്ല. അപ്പോൾ സഹോദരങ്ങളെ, ഇത് താല്പര്യമുള്ളവർ വാങ്ങുക. നമ്മളൊരു 4 പാക്കറ്റെങ്കിലും കഴിക്കുക. ആരോഗ്യമുണ്ടെന്ന് വിചാരിക്കുന്നവരും കഴിക്കുക. അവർക്ക് ആരോഗ്യമില്ലാതെ കുറേ നാൾ ജീവിക്കാം. ഇത് മന്ത്രമൊന്നുമല്ല. കാരണം നമ്മുടെ കോശങ്ങളെ ബലപ്പെടുത്തും. അത് നമ്മൾ കഴിക്കാൻ തുടങ്ങി 2 ദിവസം നല്ല ക്ഷീണമായിരിക്കും. മലവും മൂത്രമൊക്കെ നല്ല ഭംഗിയായിട്ട് പോകും 2 ദിവസം കൊണ്ട്. 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കുറേ റിസൾട്ട് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഒരു 4 പാക്കറ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഏത് രോഗത്തിൽ നിന്നും അതിനാൽ നമുക്ക് വിടുതൽ ലഭിക്കുന്നതായി കാണാൻ പറ്റും. ചില വ്യക്തികൾക്ക് ഡയബറ്റിക്സ് ഒക്കെ പെട്ടെന്ന് മാറുന്നതായി കാണാം. ചില വ്യക്തികൾക്ക് 1 മാസം, 1.5 മാസം, 2 മാസം കൊണ്ടായിരിക്കും ഡയബറ്റിക്സ് മാറുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ കോശങ്ങളൊക്കെ ശുദ്ധീകരിക്കപ്പെട്ട് ബലപ്പെട്ട് വരാൻ കുറേ സമയമെടുക്കും. അപ്പോൾ ഈ ദിവാസ് സീക്രട്ട് എന്ന് പറയുന്നത് നമ്മുടെ കോശങ്ങളെ ബലപ്പെടുത്തുകയും ശുദ്ധീകരിക്കുകയും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ കണ്ണിലേക്കുള്ള റെറ്റിനയൊക്കെ ക്ലീൻ ആകും, കേൾവി ശക്തിയുടേത്, അതുപോലെ നമ്മുടെ തൊലിപ്പുറത്തുള്ള സ്കിന്നിൽ വരുന്ന സ്കിൻ ഡിസീസുകൾ, അതുപോലെ നമ്മുടെ ആർത്രൈറ്റിക്സ്, മറ്റ് തലവേദനകൾ, ജോയിൻസ് വേദനകൾ, അതുപോലെ ഒരുപാട് വ്യത്യസ്തമായ രോഗങ്ങൾ, നമ്മുടെ ലിവർ, ശ്വാസകോശം, ഹൃദയം, ചെറുകുടൽ, വൻകുടൽ, ആമാശയം, കിഡ്നി, ഇവയ്ക്കെല്ലാം അത്യുത്തമമായ ഒന്നാണ്. കാരണം ഇതൊരു മരുന്നല്ല. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിലെ കോശങ്ങൾ ബലപ്പെടുത്തുന്നതിലൂടെയും നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യുന്നതിലൂടെയും നമുക്ക് നമ്മുടെ ശരീരത്തിൽ ആരോഗ്യം കടന്നു വരിക. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊന്നാണ് പ്രോബയോട്ടിക്സ്. പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള നല്ല ബാക്ടീരിയ നൽകുന്ന ഒരു ഘടകം. നമ്മൾക്കറിയാം, കൊച്ചുകുട്ടികൾക്ക് വിരയിളകാൻ മരുന്നൊക്കെ കൊടുക്കുന്ന എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിൽ മോശമായ ബാക്ടീരിയ കടന്നു വരുന്നതുകൊണ്ടാണ്. ഈ ബാക്ടീരിയ എങ്ങനെ ഉണ്ടാകുന്നത്? ഈ കൃത്രിമമായ ഭക്ഷണങ്ങൾ, കെമിക്കലുകളൊക്കെ വരുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ ഈ ബാക്ടീരിയ കടന്നു വന്ന് കോശങ്ങളെയൊക്കെ നശിപ്പിക്കുന്നു. അപ്പോൾ ഈ നശിപ്പിക്കുന്ന മോശപ്പെട്ട ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും ഉള്ളതുപോലെ ശരീരത്തിൽ നല്ല ബാക്ടീരിയയും മോശപ്പെട്ട ബാക്ടീരിയയും ഉണ്ട്. നല്ല ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ മോശപ്പെട്ട ബാക്ടീരിയകളെ അത് നശിപ്പിക്കുകയുള്ളൂ, അതിനെ പ്രതിരോധിക്കുകയുള്ളൂ. അങ്ങനെ നല്ല ബാക്ടീരിയയെ പറയുന്നതാണ് പ്രോബയോട്ടിക്സ്. ഇത് ധാരാളം അടങ്ങിയിട്ടുള്ള ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒന്നാണ് ദിവാസ് സീക്രട്ട് എന്ന ഫുഡ് സപ്ലിമെൻറ്റ്. ഇതിലൂടെ അനേകം പ്രോബയോട്ടിക്സ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും മോശപ്പെട്ട
മോശപ്പെട്ട ബാക്ടീരിയകളെ നശിപ്പിക്കുകയും അത് നമ്മുടെ മലമൂത്ര വിസർജനങ്ങളുടെ പുറന്തള്ളുകയും ചെയ്യുവാൻ സഹായിക്കുകയും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യുകയും കോശങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ നമ്മുടെ സമൂഹത്തിലൊക്കെ നമ്മുടെ രോഗികളായി കഴിഞ്ഞ് ആരോഗ്യമില്ലാതൊക്കെ നടക്കുന്നവർക്ക് നമ്മൾ അധ്വാനിച്ച് പണം കൂട്ടി വെച്ചിട്ട് ആർക്ക് വേണ്ടിയാണെന്ന് പലർക്കും ഇന്നറിയില്ല. ചിലർക്ക് പണം സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ സഹോദരങ്ങളെ, നമ്മളിതിലൊരു 2-4 പാക്കറ്റൊക്കെ വാങ്ങി നിങ്ങൾ കഴിക്കുമെങ്കിൽ ഒരു മാസമൊക്കെ കഴിച്ചതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് ഒന്ന് പറയുക. അപ്പോൾ ആ റിസൾട്ട് പലരും ഇതിൻ്റെ പേര് പറയരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് പേര് പറയാത്തത്. പേര് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ പേരും കൂടെ പറയാം, കുഴപ്പമില്ല. പലരും പേര് പറയരുത് എന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ സഹോദരങ്ങളെ, വ്യത്യസ്തമായ രോഗപീഠകളിൽ നിന്ന് മലബന്ധങ്ങളൊക്കെ ഒരാഴ്ച കൊണ്ടിത് മാറും. മലബന്ധം, ശരീരത്തിൽ അമിതമായ ചൂട്, ഇമ്മ്യൂണിറ്റി പവറൊക്കെ നശിക്കുന്നതിലൂടെയാണ് നമ്മുടെ ശരീരം ചൂടാവുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ രോഗപീഠകളിൽ നിന്നൊക്കെ നമുക്ക് കോശങ്ങളെ ബലപ്പെടുത്തുന്നതിലൂടെ ഇതിൽ നിന്നൊക്കെ ആശ്വാസം ലഭിച്ചതായിട്ട് അനേകം വ്യക്തികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2-4 പാക്കറ്റ് ഈ ദിവാ സീക്രട്ട് വാങ്ങി കഴിക്കുകയും കഴിച്ചതിന് ശേഷം നമ്മുടെ ബന്ധുമിത്രാദികളെ, നമ്മുടെ സുഹൃത്തുക്കൾ, ഒരുപക്ഷെ അവർക്കറിയുന്നില്ല, അവർ ഈ വോയിസ് കേൾക്കുന്നില്ല, അവരിങ്ങനെ അവരുടേതായ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആവശ്യമുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നുണ്ട്, പക്ഷേ അതൊന്നും നമ്മൾ കാണുകയില്ല. നമ്മളിങ്ങനെ കോമഡികളും പാരഡികളും നമുക്ക് പ്രയോജനമില്ലാത്ത തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള, മറ്റൊരു വ്യക്തിയെക്കുറിച്ചുള്ള അവരുടെ മോശപ്പെട്ട ജീവചരിത്രങ്ങളൊക്കെ പറയുമ്പോൾ അത് കേട്ടിരുന്ന് നമ്മുടെ ജീവിതം വേസ്റ്റാക്കുന്നു എന്നല്ലാതെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വരുമ്പോൾ അത് അവഗണിച്ച് കളയുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്നത്. അപ്പോൾ അതിനെ നമ്മൾ അതിജീവിക്കുക, ശത്രുവിനെ പ്രതിരോധിക്കണം. നമ്മുടെ ശരീരത്തിൽ കടന്നു വരുന്ന രോഗാണുക്കൾ നമ്മൾ പ്രതിരോധിക്കണം. ഒരു രോഗം വന്നാൽ ആ രോഗത്തെ നമ്മൾ കീഴ്പ്പെടുത്തണം. ആ കീഴ്പ്പെടുത്തണമെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ കോശങ്ങളെ ബലപ്പെടുത്തുന്ന, നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി പവർ ലഭിക്കുന്ന, നമ്മുടെ മോശം ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന പ്രോബയോട്ടിക്സ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് കോശങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഇവയെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആണ് ദിവാ സീക്രട്ട്. സാധിക്കുന്നവർ ഈ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, ആവശ്യമുള്ളവർ വിളിക്കുക. നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സിൽ ഇത് കൊറിയറിലോ ബൈ പോസ്റ്റിലോ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ സാധിക്കുന്നവർ വാങ്ങി കഴിക്കുകയും നല്ല ആരോഗ്യത്തോടെ ജീവിക്കുകയും ചെയ്യുക, മറ്റുള്ളവരെ കൂടെ സഹായിക്കുക. ഓക്കെ, നമ്മുടെ സമൂഹത്തിൽ ഒരു നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികൾക്കും അയൽക്കാരുമൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് അവർക്കുമൊക്കെ ഇത് 1-2 പാക്കറ്റൊക്കെ വാങ്ങാൻ പ്രേരിപ്പിക്കുക. ആദ്യം നമ്മൾ തന്നെ 2-4 പാക്കറ്റ് വാങ്ങി കഴിക്കുക, എന്നിട്ട് മറ്റുള്ളവരെ കൂടെ സഹായിക്കുക. ആർക്കെങ്കിലും നമുക്കൊരു ദ്രോഹമല്ല, ഒരു നന്മ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. ഓക്കെ, എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്നതായിരിക്കും. മറ്റെന്തെങ്കിലും സംശയങ്ങൾ ദിവാ സീക്രട്ടുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. നിങ്ങളൊരു 2-4 പാക്കറ്റ് നിങ്ങൾ കഴിക്കുക. ഒരു കുടുംബജീവിതം നയിക്കുന്നവരാണെങ്കിൽ ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് കഴിക്കുക. കാരണം പലർക്കും ചില ലൈംഗിക ബന്ധത്തിന് ശേഷിക്കുറവ്, ഇതിനൊക്കെ കാരണം നമ്മുടെ കോശങ്ങളിലുള്ള ബലഹീനതയാണ്. ഇവയിൽ നിന്നൊക്കെ വിടുതൽ ലഭിക്കും. ഇത് 4 പാക്കറ്റ് നിങ്ങൾ കഴിക്കുക, കഴിച്ചിട്ട് നിങ്ങളുടെ റിസൾട്ട് പറയുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് കുടുംബജീവിതം നയിക്കുന്നവരാണെങ്കിൽ രോഗമില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട. നമ്മുടെ ഭാര്യയും ഭർത്താവും 2 പേരും ഒന്നിച്ച് കഴിക്കുക. രാവിലെ വെറും വയറ്റിലാണ് ഇത് കഴിക്കേണ്ടത്. 15 മിനിറ്റ് നാവിനടിയിൽ സൂക്ഷിക്കണം. കാരണം നാവിനടിയിലാണ് അനേകം രക്തധമനി കുഴലുകളുള്ളത്. അപ്പോൾ ഇത് ഡയറക്റ്റ് രക്തത്തിലൂടെ കലരുകയും രക്തത്തിലൂടെ ഡയറക്റ്റ് കോശങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. അതിന് 15 മിനിറ്റ് ഒരു പൊടിയാണ് നാവിനടിയിൽ സൂക്ഷിക്കണം. 3 ഗ്രാം വീതമുള്ള 11 പാക്കറ്റാണ് ഒരു പാക്കറ്റിലുള്ളത്. അങ്ങനെ ആ ഓരോ പാക്കറ്റ് ക്യാൻസർ രോഗമൊക്കെ ഉള്ളവർ രാവിലെയും വൈകിട്ടും കഴിക്കണമെന്നാണ് പറയുന്നത്. ആദ്യത്തെ 1 മാസം, അതിനുശേഷം മാസം 1 രാവിലെ കഴിക്കുക. പിന്നീട് 3-ാമത്തെ മാസം തുടങ്ങുമ്പോൾ നമ്മൾ 2 ദിവസം കൂടുമ്പോൾ കഴിക്കുക. 4-ാമത്തെ മാസം ഒരു ആഴ്ചയിൽ 2 എണ്ണം കഴിക്കുക. അപ്പോഴത്തേക്ക് ക്യാൻസർ രോഗം വിട്ടുപോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഓക്കെ സോണുകളെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ഇതിനാവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ സാധിക്കുന്നവർ വാങ്ങുക. ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരുമായിട്ടൊക്കെ ഒന്ന് പങ്കുവയ്ക്കുക. ആരെങ്കിലും ആവശ്യമുള്ളവരൊന്ന് വാങ്ങട്ടെ. ഓക്കെ, എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.